Hi dear students, welcome back to Cost Management. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് വേരിയൻസ് അനാലിസിസ് ആണ്. അതിൽ മെറ്റീരിയൽ വേരിയൻസ്, അതുപോലെ തന്നെ പ്രൈസ് വേരിയൻസ്, ഓവർഹെഡ് വേരിയൻസ്, ഇങ്ങനെയുള്ള വേരിയൻസുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് വേരിയൻസ് സെയിൽസ് വേരിയൻസ്. എന്താണ് സെയിൽസ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോണിറ്ററി ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റഡ് സെയിൽസ്. ആക്ച്വൽ സെയിൽസും ബഡ്ജറ്റഡ് സെയിൽസും തമ്മിലുള്ള മോണിറ്ററി ഡിഫറൻസിനെയാണ് സെയിൽസ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ചേഞ്ചസ് ഇൻ സെയിൽസ് ലെവൽസ് ഓവർ ടൈം. ഇത് പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പർട്ടിക്കുലർ ടൈമിൽ സെയിൽസിൻ്റെ ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെയിൽസ് വേരിയൻസ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങൾ കൊണ്ട് സെയിൽസ് വേരിയൻസ് ഉണ്ടാവാം. ആ കാരണങ്ങൾ ഇങ്ങനെയാണ്. ഫസ്റ്റ് വൺ, ദി പ്രൈസ് പോയിന്റ് അറ്റ് വിച്ച് ഗുഡ്സ് ഓർ സർവീസസ് സെൽ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി എക്സ്പെക്റ്റഡ് പ്രൈസ് പോയിന്റ്. അതായത് പ്രൈസിൽ ഉണ്ടാവാനുള്ള സാധ്യത, ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത, പ്രൈസ് പോയിന്റ് ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു പ്രൈസും അതുപോലെ തന്നെ ആക്ച്വലി നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ള പ്രൈസും തമ്മിൽ ചേഞ്ച് ഉണ്ട് എങ്കിൽ അവിടെ സെയിൽസിൽ വേരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എക്സാമ്പിൾ പറയുന്നുണ്ട്, ദ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ഫോഴ്സസ് എ കമ്പനി ടു റെഡ്യൂസ് ഇറ്റ്സ് പ്രൈസ്. അതായത് കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് മേ ബി എന്ത് ചെയ്യാം, അവിടെ പ്രൈസ് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പ്രൈസിലല്ല നമ്മൾ ആക്ച്വലി അവിടെ സെയിൽസ് നടത്തുന്നത്. സോ അവിടെ ഒരു വേരിയൻസ് വരുന്നുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് വേരീസ് ഫ്രം ദി എക്സ്പെക്റ്റഡ് എമൗണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത എമൗണ്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു, നമ്മൾ ആക്ച്വലി സെല്ല് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് യൂണിറ്റിൽ കുറവ് വരിക അല്ലെങ്കിൽ കൂടുതൽ വരിക, മീൻസ് അവിടെ ഒരു വേരിയേഷൻ വരിക അല്ലേ. അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്, കമ്പനി ബിഗിൻസ് selling in new region and expect to sell 1 lakh in its first year. ഒന്നാമത്തെ വർഷം എന്ത് ചെയ്യണം, ആ ഒരു പർട്ടിക്കുലർ ഈ റീജിയനിൽ 1 ലക്ഷം യൂണിറ്റ് സെല് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ഓൺലി സെൽസ് 80,000 യൂണിറ്റ്. പക്ഷെ അവിടെ 80,000 യൂണിറ്റ് ആണ് അവിടെ സെല്ല് ചെയ്തിട്ടുള്ളത്, സെയിൽസ് നടന്നിട്ടുള്ളതെങ്കിൽ അവിടെ വേരിയൻസ് വന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സെയിൽസ് വോളിയം വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി ഡിഫറൻസ് ആണ്. ആക്ച്വലും ബഡ്ജറ്റും തമ്മിലുള്ള മോണിറ്ററി ഡിഫറൻസിനെയാണ് നമ്മളിവിടെ സെയിൽസ് വേരിയൻസ് എന്ന് പറയുന്നത്. അത് പ്രൈസിൽ ചേഞ്ച് ആവാം അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റിൽ ചേഞ്ചസ് ആവാം. എനിവേ സെയിൽസ് വേരിയൻസ് മേ ബി കാൽക്കുലേറ്റ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. 2 രീതിയിലാണ് സെയിൽസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയും, മറ്റൊന്ന് വാല്യൂ മെത്തേഡ് എന്ന് പറയും. സോ ഈ 2 മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സെയിൽസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന, വേരിയൻസുകൾ അനാലിസിസ് നടത്തുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു പ്രോബ്ലം വെച്ചിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ഓൾ സെയിൽസ് വേരിയൻസ് അക്കോർഡിംഗ് ടു പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് വാല്യൂ മെത്തേഡ്. വാല്യൂ മെത്തേഡ് പ്രകാരം പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം താഴെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിൽ നമ്മുടെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിവിടെ 2 പ്രൊഡക്റ്റ് ഉണ്ട്, എക്സ് പ്രൊഡക്റ്റും വൈ പ്രൊഡക്റ്റും. ദെൻ സ്റ്റാൻഡേർഡും ആക്ച്വലും തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 3000 യൂണിറ്റ് ആണ് എക്സിന് തന്നിട്ടുള്ളത്, ദെൻ 2000 ഫോർ വൈ. ദെൻ കോസ്റ്റ് തന്നിട്ടുണ്ട് 10, 15. പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് 12ഉം 18ഉം. സോ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും അല്ലെ. അതായത് 10 റുപ്പീസ് ആണ് അതിന്റെ കോസ്റ്റ്, 12 റുപ്പീസിന് സെല് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് 2 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ 15 യൂണിറ്റ് ആണ് വൈയുടെ കോസ്റ്റ് വരുന്നത്, വൈ സെല് ചെയ്യുന്നത് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 18 ആണ്. സോ 18 മൈനസ് 15 ദാറ്റ് ഈസ് 3 അല്ലെ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3 റുപ്പീസ് പെർ യൂണിറ്റ് ആണ്. അതുപോലെ ആക്ച്വൽ കോസ്റ്റും ആക്ച്വൽ യൂണിറ്റും ആക്ച്വൽ കോസ്റ്റും ആക്ച്വൽ പ്രൈസും തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, എക്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 12 ആണ് സ്റ്റാൻഡേർഡ്, മീൻസ് നമ്മുടെ എക്സ്പെക്റ്റഡ്. ദെൻ ആക്ച്വൽ എന്ന് പറയുന്നത് 13 ആണ്. അതായത് 1 രൂപ അധികം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. കോസ്റ്റ് ആണെങ്കിൽ 10.5 ആണ് വന്നിട്ടുള്ളത്. 10 ആണ് ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട് 10.5 വന്നിട്ടുണ്ട്. സോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കുക, സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള. ദെൻ നമ്മൾ ഇതിൽ നിന്നും 2 മെത്തേഡ് പ്രകാരം, പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം വാല്യൂ മെത്തേഡ് പ്രകാരം നമ്മൾ ഇതിന്റെ വേരിയൻസ് അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഫ്രം ദിസ് ടേബിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്, ഒരു വർക്കിംഗ് ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. സോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് വർക്കിംഗ് ടേബിൾ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പ്രൊഡക്റ്റ് എക്സ് വൈ, നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ ഒരു വർക്കിംഗ് ടേബിൾ നമ്മൾ തയ്യാറാക്കുന്നു. ബഡ്ജറ്റഡ്, ആക്ച്വൽ, ദെൻ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ്, സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സ്, സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹെഡിങ്ങോട് കൂടിയുള്ള ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ദെൻ 2 പ്രൊഡക്റ്റാണ് നമുക്കുള്ളത്, എക്സും വൈയും. ദെൻ അതിൻ്റെ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി എഴുതുന്നു 3000 യൂണിറ്റ്, 2000 യൂണിറ്റ്, ദെൻ ടോട്ടൽ എന്ന് പറയുന്നത് 5000 യൂണിറ്റ്. ദെൻ അതിൻ്റെ പ്രൈസ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 12, 18. ദെൻ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 36,000 അല്ലെ. നമുക്കറിയാം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 3000 ഇൻറ്റു 12 36,000 ആണ്. ദെൻ 2000 ഇൻറ്റു 18 അല്ലെ. സോ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 72,000 ആണ്. ദെൻ കോസ്റ്റ് 10, 15.
പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും 10 റുപ്പീസിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ 12 റുപ്പീസിനാണ് സെല് ചെയ്യുന്നത്. സോ 2 ആണ് നമുക്ക് പെർ യൂണിറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. ദെൻ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും 3000 യൂണിറ്റ് 2 രൂപ വെച്ചിട്ട് നമ്മൾ സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് നമ്മുടെ പ്രോഫിറ്റ് 2 രൂപ വെച്ചിട്ട് സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർ യൂണിറ്റ് നമുക്ക് 2 രൂപ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3000 യൂണിറ്റ് ആണ് നമ്മൾ സെല് ചെയ്യുന്നത്. സോ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6000 റുപ്പീസ് ആണ്. അതുപോലെ തന്നെ വൈയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 15 ആണ്. ഇതിന് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 18 ആണ്. സോ അവിടെ പെർ യൂണിറ്റ് നമുക്ക് 3 റുപ്പീസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത് പ്രോഫിറ്റ് കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2000 യൂണിറ്റ് സെല് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 6000 ആണ്. ദെൻ ടോട്ടൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12000 ആണ്. ഇതാണ് ബഡ്ജറ്റഡ്. സോ നമ്മൾ ബഡ്ജറ്റ് ചെയ്തിട്ടുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള 5000 യൂണിറ്റ്സ് ആണ് നമ്മൾ സെല് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 72,000 ആണ്. അത് 72,000 രൂപക്ക് 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ സെല് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് 72,000 രൂപയാണ് നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. 5000 യൂണിറ്റ് ആണ് നമ്മൾ സെല് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 12,000 റുപ്പീസ് ആണ് നമുക്ക് അതിന് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതിന് ആക്ച്വൽ സെയിൽസ് നടന്നിട്ടുള്ള എത്രയാണെന്നുള്ളതാണ്. 3200 യൂണിറ്റ് ആണ് നമ്മൾ സെല് ചെയ്തിട്ടുള്ളത്. 3000 നമ്മൾ എക്സ്പെക്ട് ചെയ്തു, 3200 നമ്മൾ സെല് ചെയ്തു. അതുപോലെ തന്നെ വൈ നമ്മൾ 2000 എക്സ്പെക്ട് ചെയ്തു, പക്ഷേ 1600 ആണ് സെല് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 4800 ആണ്. ഇതിന് അതിൻ്റെ പ്രൈസ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 1317. ദെൻ വാല്യൂ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. മൾട്ടിപ്ലൈ ചെയ്ത് 3200 ഇൻറ്റു 13 എന്ന് പറയുന്നത് 41,600. ദെൻ 1600 ഇൻറ്റു 70 എന്ന് പറയുന്നത് 27,200. സോ നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ് 68,800 ആണ്. അതായത് 4800 യൂണിറ്റ് 13, 17 എന്നീ വിലകളിൽ എന്നീ പ്രൈസുകളിൽ നമ്മൾ സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 68,800 രൂപയാണ് നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10.5 ഫോർ എക്സ് ആൻഡ് 14 ഫോർ വൈ അല്ലെ. നമുക്ക് ആ ഒരു കോസ്റ്റും കൂടെ തരുമ്പോൾ നമുക്കൊന്ന് പ്രോഫിറ്റ് മനസ്സിലാക്കാൻ കഴിയും. 10.5 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 13 രൂപക്ക് സെല് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് 2.5 റുപ്പീസ് കിട്ടുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3200 യൂണിറ്റ് ആണ് സെല് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എത്രയായിരിക്കും 8000 ആണ്. അതായത് 3200 ഇൻറ്റു 2.5 ദാറ്റ് ഈസ് 8000. ഓക്കെ. ദെൻ 1600 യൂണിറ്റ് ആണ് നമ്മൾ സെല് ചെയ്യുന്നത്. 3 റുപ്പീസ് ആണ് പെർ യൂണിറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4800 ആണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12,800 ആണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. സോ ബഡ്ജറ്റും ആക്ച്വലി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് അതൊന്ന് കണ്ടെത്തി എഴുതുക എന്ന് മാത്രം. ഓക്കെ. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ്. സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ്. ഓക്കെ. സോ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെയാണ്. നമ്മുടെ 4800 ഇൻറ്റു 3/5. 3/5 എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു പ്രൊപ്പോർഷൻ ആണ്. അതായത് ബഡ്ജറ്റഡ് സെയിൽസിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ് 3000 2000 അല്ലെ. അപ്പോൾ 3:2 എന്നുള്ള ആ ഒരു പ്രൊപ്പോർഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4800-നെ അതായത് 4800 ആണ് നമ്മൾ ടോട്ടൽ ആക്ച്വൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ആ 4800 നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ ബഡ്ജറ്റഡ് പ്രൊപ്പോർഷനിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഓക്കെ. അപ്പോൾ ആക്ച്വൽ സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ബഡ്ജറ്റഡ് പ്രൊപ്പോർഷനിലേക്ക് മാറ്റുന്നു. ബഡ്ജറ്റഡ് യൂണിറ്റിൻ്റെ പ്രൊപ്പോർഷനിലേക്ക് മാറ്റുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ആക്ച്വലിൽ 4800 ആണ്. 4800 ഇൻറ്റു ദെൻ 3000 ഡിവൈഡഡ് ബൈ 5000 അങ്ങനെ എടുക്കാം. അതായത് 3:2 എന്നുള്ള ഒരു പ്രൊപ്പോർഷൻ. ഇപ്പോൾ 3/5 ആയി. സോ നമുക്ക് കിട്ടുന്നത് 2880. ദെൻ നെക്സ്റ്റ് വരുന്നത് 4800 ഇൻറ്റു ഇവിടെ എത്രയാണ് 2000 ആണ്. സോ 2/5. ഓക്കെ. 2/5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1920. സോ നമ്മുടെ ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത് 4800. അതായത് നമ്മൾ ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ആക്ച്വൽ ടോട്ടൽ യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ബഡ്ജറ്റഡ് പ്രൊപ്പോർഷനിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബഡ്ജറ്റഡ് പ്രൊപ്പോർഷൻ പ്രകാരമാണ് നമ്മൾ ഈ 4800 സെല് ചെയ്യുന്നതെങ്കിൽ 4800 യൂണിറ്റ് സെല് ചെയ്യുന്നതെങ്കിൽ എക്സ് സെല് ചെയ്യേണ്ടത് എത്രയാണ് 2880 ആണ്. വൈ സെല് ചെയ്യേണ്ടത് 1920 ആണ്. ഇത് നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സ് ആണ്. സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സ്. അത് ആക്ച്വൽ മിക്സിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ. ആക്ച്വൽ മിക്സ് എന്ന് പറയുന്നത് എത്രയാണ് എക്സ് എന്ന് പറയുന്നത് 3200 യൂണിറ്റ് ആണ്. ദെൻ അതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 12 ആണ് അല്ലെ. അപ്പോൾ 3200 ഇൻറ്റു 12 38,400. ദെൻ 1600 ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ആക്ച്വൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിന്റെ സ്റ്റാൻഡേർഡ് മിക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 18 ആണ് അല്ലെ. സോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക 1600 ഇൻറ്റു
18 എന്ന് പറയുന്നത് 28,800. രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുക 67,200. ഓക്കെ, 67,200 ആണ് അതിൻ്റെ എന്താ പറയുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് ആണ്. റിവൈസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് മിക്സിനെ റിവൈസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇവിടെയാണ്. ഇതാണ് ആക്ച്വലി റിവൈസ്ഡ് കോളം എന്ന് പറയുന്നത്. സോ റിവൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു കോളത്തിൽ എമൗണ്ട് കൊണ്ട് സ്റ്റാൻഡേർഡ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2,880 ഇൻറ്റു ദെൻ പ്രൈസ് 12. സോ 2,880 ഇൻറ്റു 12 വരുമ്പോൾ നമുക്ക് 34,560 കിട്ടും. അതുപോലെ തന്നെ 1920 എവിടുന്നാണ് 1920 വന്നിട്ടുള്ളത്? സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ്, അതാണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ്. സോ റിവൈസ് ചെയ്തിട്ടുള്ള ആ ഒരു യൂണിറ്റ് ഇൻറ്റു ദെൻ അതിൻ്റെ സ്റ്റാൻഡേർഡ് എമൗണ്ട് എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് 18 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക 34,560, ടോട്ടൽ ചെയ്യുമ്പോൾ 69,120. സോ നമ്മൾ ആദ്യം ഇത്തരത്തിലൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, വേരിയൻസുകളിലെ അതിൻ്റെ ഇക്വേഷനിലേക്ക് ജസ്റ്റ് ഈ ഒരു ടേബിളിൽ നിന്നുള്ള വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേരിയൻസ് അനാലിസിസ് കഴിയുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ടേബിൾ നമ്മൾ കണ്ടു. ദെൻ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഇവിടെ 5 വേരിയൻസുകളാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് ടോട്ടൽ സെയിൽസ് മാർജിൻ വേരിയൻസ്, സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെല്ലിംഗ് പ്രൈസ്, സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു വോളിയം, സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് മിക്സ്, സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് ക്വാണ്ടിറ്റി. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടോട്ടൽ സെയിൽസ് മാർജിൻ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് ബഡ്ജറ്റഡ് പ്രോഫിറ്റ്. നമ്മൾ ആ ടേബിളിനകത്ത് കണ്ടിട്ടുണ്ട്. ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12,800 ആണ്. ദെൻ മൈനസ് 12,800 ആണ് ആക്ച്വൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബഡ്ജറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12,000 ആണ്. സോ നമ്മുടെ 800 ആണ് അതിൻ്റെ ഡിഫറൻസ് വന്നിട്ടുള്ളത്. സോ ഇത് പോസിറ്റീവ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇത് ഫേവറബിൾ ആണ്. നെക്സ്റ്റ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെല്ലിംഗ് പ്രൈസ്. അതിന് ഇക്വേഷൻ ഇങ്ങനെയാണ്: ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ഇൻറ്റു ആക്ച്വൽ സെയിൽസ് പെർ യൂണിറ്റ് മൈനസ് ബഡ്ജറ്റഡ് സെയിൽസ് പെർ യൂണിറ്റ്. അപ്പോൾ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും സെപ്പറേറ്റ് കാണണം. എക്സിൻ്റെ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 3,200 ആണ് അല്ലേ, അതവിടെ നമുക്ക് ടേബിളിലുണ്ട് 3,200. ദെൻ ഇൻറ്റു ആക്ച്വൽ സെയിൽസ് പെർ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ആക്ച്വൽ സെയിൽസ് പ്രൈസ് എത്രയാണ്? 13 ആണ്. ദെൻ മൈനസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 12 ആണ്. സോ നമ്മൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 3,200 കിട്ടും. ഫേവറബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ വൈൻ്റെ കാണാം 1,600 ഇൻറ്റു 17 മൈനസ് 18. സോ 1,600. ദെൻ അഡ്വേഴ്സ് ആണ്, മീൻസ് അൺഫേവറബിൾ ആണ് നമുക്കിത് കിട്ടുന്നത്. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1,600 ഫേവറബിൾ ആണ്. നെക്സ്റ്റ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു വോളിയം. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ്. പ്രോഫിറ്റ് പെർ യൂണിറ്റ് നമ്മൾ നേരത്തെ ടേബിളിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് കാണാം 10ഉം 12ഉം ആണ്. സോ അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ 2, വൈയുടെ 3 ആണ്. സോ ദെൻ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 3,200. ദെൻ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 3,000 അല്ലേ. ആ ഒരു ഡിഫറൻസ് ഇവിടെ എഴുതുന്നു. ദെൻ നമുക്ക് കിട്ടുന്നത് 400 ഫേവറബിൾ ആണ്. ദെൻ വൈ കിട്ടുന്നത് 3 ഇൻറ്റു 1,600 മൈനസ് 2,000. നമുക്ക് കിട്ടുന്നത് 1,200 അഡ്വേഴ്സ് ആണ് കിട്ടുന്നത്. രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുക 800. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈക്വേഷൻസ് പഠിച്ചു വെക്കുക, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതും പഠിച്ചു വെക്കുക. ഓക്കെ, സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് മിക്സ്. സെയിൽസ് മിക്സിൻ്റെ ആ ഒരു ഇക്വേഷൻ എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് മൈനസ് സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ഓഫ് ഫോർ ആക്ച്വൽ സെയിൽസ്. നമ്മൾ ഇത് ടേബിളിനകത്ത് കണ്ടിട്ടുണ്ട്. എക്സിൻ്റെ വരുന്നത് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 ആണ്, വൈഡത് 3 ആണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 3,200ഉം 1,600ഉം. ദെൻ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ആ റിവൈസ്ഡ് കണ്ടിട്ടുണ്ട്. അതാണ് എഴുതേണ്ടത്. 2,880 മൈനസ് 1,900, ഇവിടെ 1,920 വരുന്നുണ്ട്. സോ രണ്ടും കൂടെ നമുക്ക് കിട്ടുന്നത് ഫേവറബിളും അൺഫേവറബിളും കിട്ടുന്നുണ്ട്. രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അഡ്വേഴ്സ് ആയിട്ട് 320 കിട്ടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് ക്വാണ്ടിറ്റി. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി സെയിൽസ്. എക്സിൻ്റെയും വൈനും സെപ്പറേറ്റ് കാണുന്നു. അതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് 2ഉം 3ഉം ആണ്. ദെൻ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മളെ ടേബിളിനകത്ത് കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. 2,880 മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി സെയിൽസ് ഇവിടെ 3,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ദെൻ നമുക്ക് 240 കിട്ടും. ദെൻ അഡ്വേഴ്സ് ആണ്. ദെൻ വൈഡത് 3 ഇൻറ്റു 1,920 മൈനസ് 2,000 ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 240 അഡ്വേഴ്സ് ആണ് കിട്ടുക. ദെൻ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 480 അഡ്വേഴ്സ് ആണ് കിട്ടുന്നത്. ഈ രീതിയിലാണ് നമ്മൾ പ്രോഫിറ്റ് മെത്തേഡിൽ ചെയ്യുന്നത്. സോ പ്രോഫിറ്റ് മെത്തേഡിൻ്റെ 5 ഇക്വേഷൻസ്, 5 വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 5 ഇക്വേഷൻസും ആ ഒരു ഇക്വേഷനിലേക്കുള്ള വാല്യൂസും എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വാല്യൂ മെത്തേഡാണ്.
വാല്യൂ മെത്തേഡിൽ നമ്മൾ 5 വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെയിൽസ് വാല്യൂ വേരിയൻസ്, സെയിൽസ് പ്രൈസ് വേരിയൻസ്, സെയിൽസ് വോളിയം വേരിയൻസ്, സെയിൽസ് മിക്സ് വേരിയൻസ്, സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ്. സോ നമുക്ക് നോക്കാം. സെയിൽസ് വാല്യൂ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ ഓഫ് സെയിൽസ് മൈനസ് ബഡ്ജറ്റഡ് വാല്യൂ ഓഫ് സെയിൽസ്. അവിടെ നമ്മൾ ഫസ്റ്റിലെല്ലാം പ്രോഫിറ്റ് ആണ് അവിടെ മെയിൻ എന്ന് പറയുന്നത്, എല്ലാം പ്രോഫിറ്റിന്റെ ബേസിലാണ് നമ്മൾ നോക്കിയിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വാല്യൂ ആണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. സോ ആക്ച്വൽ വാല്യൂ ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 68,800 ആണ്. ദെൻ മൈനസ് ബഡ്ജറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 72,000 ആണ് നമ്മൾ ടേബിളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ 3,200 അഡ്വേഴ്സ് കിട്ടി. ദെൻ സെയിൽസ് പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് ദെൻ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ഇൻറ്റു ആക്ച്വൽ പ്രൈസ് മൈനസ് ബഡ്ജറ്റഡ് പ്രൈസ്. ഒരു ഇക്വേഷനിലേക്ക് എഴുതാം. നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. സോ 1,600 ആണ് നമുക്ക് അവിടെ ആൻസർ കിട്ടിയിട്ടുള്ളത്. ദെൻ മൂന്നാമത്തെ പറയുന്നത് സെയിൽസ് വോളിയം വേരിയൻസ് ആണ്. സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ്. സ്റ്റാൻഡേർഡ് പ്രൈസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് അതെടുത്ത് അപ്ലൈ ചെയ്യുക. ദെൻ നാലാമത് പറയുന്നത് സെയിൽസ് മിക്സ് വേരിയൻസ് ആണ്. സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ്. സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ്. ഇത് രണ്ടും നമ്മൾ ആ ടേബിളിനകത്ത് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കോളംസിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സ് 67,200. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് 69,120. അപ്പോൾ നമുക്ക് കിട്ടുന്ന 1920 ആണ്. നമ്മൾ ടേബിളിനകത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ടേബിൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഓക്കെ. ദെൻ അഞ്ചാമതായിട്ട് പറയുന്നത് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് ആണ്. ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു റിവൈസ്ഡ് സെയിൽസ് ക്വാണ്ടിറ്റി മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ്. സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റിവൈസ്ഡ് സെയിൽസ് ക്വാണ്ടിറ്റി നമ്മൾ ടേബിളിനകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ ആ ഒരു 3:2 എന്ന് പറയുന്ന ആ ഒരു പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു യൂണിറ്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. 2,880 ഫോർ എക്സും 1920 ഫോർ വൈയും. ഓക്കെ. ദെൻ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1,440, രണ്ടും 1,440 ആണ് കിട്ടുന്നത്. രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുക 2,880. ഓക്കെ. ഈ രീതിയിലാണ് നമ്മൾ രണ്ട് മെത്തേഡിലും ചെയ്യുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കുക. ഈ ഒരു ടേബിളിൻ്റെ ഒരു ക്രിയേഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് ടേബിളിൽ ഉൾപ്പെടുത്തേണ്ട, ഓരോ കോളത്തിലെയും കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുക. അതുപോലെ തന്നെ ആ ഒരു ഇക്വേഷൻസ് രണ്ട് മെത്തേഡിലെയും 5 വേരിയൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും പഠിച്ചു വെക്കുക. ഓക്കെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേരിയൻസ് അനാലിസിസ് ആണ് ഈ ഒരു സെയിൽസ് വേരിയൻസ് എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.